കപ്പലിട്ടോ കപ്പലൂരുണ്ടായേ കപ്പലൂരുണ്ടാ ചെരുപ്പ് ചെരുപ്പ് ചെപ്പൽ ചെപ്പൽ നോക്ക് രസമുണ്ടോ 1 2 3 രസമുണ്ടോ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒമാനിലെ 10 ദിവസത്തെ വെക്കേഷൻ ഏകദേശം കഴിയാനായിട്ടുണ്ട്. വെറുതെ റൂമിലിരുന്ന് മടുത്തു. ഇവിടെ ലൊക്കേഷൻ ഇച്ചിരി ഉള്ളിലായത് കാരണം അവിടെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് കുറേ വാദികളും കുറേയേറെ മലനിരകളും മാത്രമാണ്. ഇതിനിടയ്ക്ക് വൈഫിനൊരു ദിവസം ലീവ് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മസ്കറ്റിലേക്ക് ഒന്ന് പോയി മാളിലേക്ക് ഒന്ന് കറങ്ങി. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുത്തിയിരുന്ന് മടുത്തപ്പോഴാണ് അശോകേട്ടൻ പറയുന്നത്, എന്നാൽ പിന്നെ അടുത്തത് നമുക്കൊരു വാദിയുണ്ട്, ഒന്ന് പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഈ വാദി വളരെ ദൂരെയൊന്നുമല്ല, ലൊക്കേഷനിൽ നിന്നൊരു 14-15 കിലോമീറ്റർ എന്തോ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനും വൈഫൊന്നുമില്ല, ഞാനും ആര്യനും അശോകേട്ടനും കൂടി വന്നു. അപ്പോൾ വണ്ടി ഓഫ് റോഡാണ്, കുറേ ദൂരം ഓഫ് റോഡ് പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വന്ന വണ്ടി സെഡാനായത് കാരണം ഇവിടെ കൊണ്ട് ഇറക്കുന്ന ഇച്ചിരി പണിയാന്ന് തോന്നിയത് കാരണം ഞങ്ങൾ പതിയെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒതുക്കിയിട്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോവാം. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. എന്ത് തന്നെയായാലും നോക്കാമല്ലോ, ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ഈ വാദി ഇച്ചിരി വെള്ളമൊക്കെ ഉള്ളതിന് ചുറ്റും കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഫുള്ള് മലനിര മാത്രമേ ഉള്ളൂ. ആ വാദി എന്ന് പറയുന്നത് ഈ അരുവി പോലത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ. മഴയൊന്നും ഇല്ലാത്തപ്പോൾ ശാന്തനാണെങ്കിലും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വൻ ഡേഞ്ചർ സംഭവം എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഫ്ലാഷ് ഫ്ലഡ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഏരിയകളാണ്. ഈ ഭാഗത്തൊക്കെ ഇതിന് മുന്നേ റോഡ് ഉണ്ടായിരുന്നത് ഈ ഭാഗത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. അതൊഴുക്ക് എടുത്തതിന് പോയതിന് ശേഷം റോഡ് അപ്പുറത്തേക്ക് അവർ മാറ്റി പണിതേക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലൊക്കെ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ മീനുകളൊക്കെയാണ്. നല്ല രസമാണ്, കാണാനൊക്കെ രസമുണ്ട്. ഇതിന് ചുറ്റും അത്യാവശ്യം മീൻതപ്പനെയൊക്കെ നട്ട് വളർത്തി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നല്ല മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള തോട്ടങ്ങളാണ്, ചിലതൊക്കെ അത്യാവശ്യം കാടൊക്കെ കയറിയിട്ടുണ്ട്. നമ്മളെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഈന്തപ്പഴത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞായിരുന്നു. എന്നാലും പോകുന്ന വഴിക്ക് 1-2 ചെടികളിലൊക്കെ ഈന്തപ്പന ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന ദൂരമൊക്കെ ഉള്ളൂ. പക്ഷേ ആകെ ഒരു പ്രശ്നമുള്ളൂ, ഇത് നല്ല ഈ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടും ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടി വിടാത്തത് കൊണ്ടും വലിയ മുള്ളു പോലെയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറിക്കാനൊക്കെ. എന്നാലും അതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. എന്തായാലും വെക്കേഷൻ 1 മാസം നീന്താൻ പോയത് കാരണം ആരും വിചാരിക്കുന്ന വാദിയൊക്കെ എന്ത്, നമുക്കൊന്ന് പോയി നീന്തിയിട്ട് വരാമെന്നുള്ള ലെവലില്ല, അവനവൻ്റെ അഭ്യാസം കാണിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. എന്തായാലും ആൾ നല്ല ത്രില്ല, നടക്കാനൊന്നും ഒരു മടുപ്പും കാണിക്കുന്നില്ല. ആശാൻ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതുവഴിയൊക്കെ ഓഫ് റോഡ് വണ്ടികൾ ധാരാളമായിട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. പക്ഷെ നമുക്ക് പോകുമ്പോൾ അതുപോലെ നടക്കാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശം പോലെ ഉണ്ട്. കാരണം ഈ മണ്ണ് പോലത്തെ എന്തോ ആണ്, നമുക്ക് നടക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം കുറച്ച് ദൂരം ഈ വണ്ടി പോകുന്ന വഴിയേക്കൂടെ നടന്നപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിയത് കാരണം ഞാൻ പതിയെ ഈ പുഴയുടെ സൈഡിലൂടെ ചേർന്നങ്ങ് നടക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇച്ചിരി മടുപ്പാണ് നടക്കുമ്പോൾ കാലിങ്ങനെ പൊതഞ്ഞു പോകുന്ന കണക്കാ മണ്ണിലെ. പിന്നെ എടുത്ത് ഇങ്ങനെ ചവിട്ടി പോകണം, ഇച്ചിരി പാടാം. അത് കാരണം ഞങ്ങൾ പുഴയുടെ സൈഡിൽ കൂടെ പോകാൻ തീരുമാനിച്ചു.
കണ്ടോ, ആ മരത്തിലൊക്കെ ചെറുതായിട്ടൊക്കെ ഈന്തപ്പനയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെന്തൊക്കെയോ തരത്തിലുള്ള കൃഷികളൊക്കെ ഉണ്ട്. ഈ കൃഷിപ്പാടങ്ങളിൽ നിന്നും നമുക്ക് കടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയാത്തത് കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. എന്ത് തന്നെയാലും കുറേയേറെ അരളിച്ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നതായിട്ട് കാണാം. അവിടെ ഒരു കൃഷിക്കാരൻ ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടായിരുന്നു. നമുക്ക് അവരൊന്നും പരിചയമില്ല. ഒന്നാമത്തെ കാര്യം ലാംഗ്വേജും വലിയ വശമില്ല. അതുകൊണ്ട് തന്നെ ഏത് രാജ്യക്കാരനാണെന്ന് അറിയത്തില്ലല്ലോ. ഒരുപക്ഷെ ഇന്ത്യക്കാരനോ മലയാളിയൊക്കെ ആയിരിക്കാം, അറിയത്തില്ല. എന്ത് തന്നെയാലും അങ്ങോട്ട് പോയില്ല. ഞങ്ങളിതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ആര്യൻ വഴിയിൽ കാണുന്ന വെള്ളത്തിലൊക്കെ ഇറങ്ങി നീന്തി അവൻ അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ചെറിയ തോതിലുള്ള ഈന്തപ്പനയൊക്കെ ഇങ്ങനെ പഴുത്ത് നിൽപ്പുണ്ട്. ആകെ ഒരു പ്രശ്നമുള്ളൂ, അതിൻ്റെ ശിഖരം ഇങ്ങനെ മൂടിക്കിടക്കുന്ന പറഞ്ഞേ അതിലൊക്കെ ഇച്ചിരി മുള്ളുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അശോകേട്ടൻ അതിനെ ഒന്നും പരിഗണിക്കാണ്ട് അതിനെയൊക്കെ വകഞ്ഞ് മാറ്റി അതിനുള്ളിലൂടെ പോയി കുറച്ച് ഈന്തപ്പഴമൊക്കെ പറിച്ച് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടോ, കൊള്ളാമോ എന്നൊക്കെ. അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞത് കാരണം നന്നായിട്ട് ഉണങ്ങി നിൽക്കുക, കുറേയേറെ ഡ്രൈ ആയി നിൽക്കുന്നു. കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ പുള്ളി ഞങ്ങൾക്കും പറഞ്ഞുകൊണ്ടൊക്കെ തന്നു. കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. ഓക്കെ.